എത്രമാത്രം കരുത്ത് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞു എന്നതാണ് ഈ സമ്മേളനം കാണിക്കുന്നത്. ഇത് ശരിയായ ദിശയിൽ കേരളത്തിലെ CPIM പ്രവർത്തിച്ചു വന്നതിൻ്റെ ആ പ്രവർത്തനത്തിൽ പാർട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഇടപെടലും സഹായവും എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായാണ് ഈ രീതിയിലുള്ള ഒരു കരുത്തിലേക്ക് പാർട്ടിക്ക് വളരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തത് പാർട്ടിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് CPIM-നെ കൂടുതൽ ജനപിന്തുണയിലേക്ക് എങ്ങനെ വളർത്താനാകും, അതിനെക്കുറിച്ച് ഗൗരവമായ വിശകലനം സമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളിലേക്കും സമ്മേളനം എത്തിയിട്ടുണ്ട്. സമ്മേളനത്തിൻ്റെ കാഴ്ചപ്പാട് നടപ്പിലാക്കാനാണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ശ്രമിക്കുക. തീർച്ചയായും നല്ല ഫലം അതിനുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ സമ്മേളനം 3 വർഷം മുൻപ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് LDF-ൻ്റെ തുടർഭരണം വന്നു കഴിഞ്ഞ ഘട്ടമായിരുന്നു. ആ തുടർഭരണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോൾ നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചാണ് നാം പ്രധാനമായും ചർച്ച ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഒരു നവകേരള കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന രേഖ പാർട്ടി സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിരുന്നു. ആ കാഴ്ചപ്പാട് പൊതുവെ LDF-ലും പിന്നീട് ചർച്ച ചെയ്യുകയും LDF-ഉം ആ കാഴ്ചപ്പാട് അംഗീകരിച്ച് അതിൻ്റെ ഭാഗമായി LDF ഗവൺമെൻറ് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്.